മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-15 വചനങ്ങൾ ഈശോ നമ്മളെ സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു, നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. നമുക്ക് ജീവൻ തന്ന് കാത്തു പരിപാലിക്കുന്ന സർവ്വസൃഷ്ടാവും സർവശക്തനും സർവജ്ഞാനിയുമായ നമ്മുടെ സ്നേഹനിധിയായ പിതാവ്, നമ്മുടെ ജീവദാതായ പിതാവ്, ആ പിതാവ് സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങയുടെ നാമം പൂജിതമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാവാൻ അങ്ങ് ഇടയാക്കണം. അതായത് അങ്ങയുടെ നാമം ബഹുമാനിക്കപ്പെടാൻ, വാഴ്ത്തപ്പെടാൻ, സ്തുതിക്കപ്പെടാൻ അങ്ങ് ഇടയാക്കണം. അങ്ങനെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇടയാക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ അതിനുള്ള കൃപ ദൈവം നമുക്ക് തരണം. അതിനുവേണ്ടി നാം ദൈവത്തോട് ആത്മാർത്ഥപൂർവ്വം വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണമെന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നിൻ്റെ രാജ്യം വരണേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിൻ്റെ രാജ്യം, അതായത് ദൈവത്തിൻ്റെ നീതി, സമാധാനം, സ്നേഹം, ദൈവത്തിലുള്ള വിശ്വാസം, പ്രത്യാശ നിറഞ്ഞ ദൈവത്തിൻ്റെ രാജ്യം, അതുപോലെ തന്നെ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും വാഗ്ദാനം നിറവേറപ്പെടുന്ന ദൈവത്തിൻ്റെ രാജ്യം വരാനായി നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരുണയും നീതിയും നന്മയും വിശുദ്ധിയും നിത്യരക്ഷയും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ തിരുമനസ്സ്, വെറും സൃഷ്ടവസ്തുവായ നമ്മെ ദൈവമക്കളോടും ഉയർത്തണമെന്നും അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനും ദൈവരാജ്യത്തിന് അവകാശമാക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തിരുമനസ്സ്, ആ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറാനായി നാം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം അതിന് ഇടയാക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അന്നുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശാരീരികവും ആത്മീയവുമായ ദൈനംദിന ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുതൽ ആവശ്യമാണ്. അതിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നാം ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും ദൈവം ക്ഷമിക്കും. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും തോറ്റുകൊടുക്കാനും അങ്ങനെ ദൈവകരുണയ്ക്ക് യോഗ്യരായി തീരാനുള്ള വലിയ കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും വീണു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ വേണം, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം വേണം. അതിനാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈശോ പഠിപ്പിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ചാനൽ നല്ലതെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.